ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്കിൽ നമ്മുടെ നെവിൻ ഔട്ടായിരിക്കുകയാണ്. ആദ്യം തന്നെ അക്ബറിനെ ചതിച്ച് ഔട്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ് നെവിൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ ഭയങ്കര പാടായിരുന്നു. നെവിൻ അതിൻ്റെ ഇടയ്ക്ക് കയറിയാണ് ഇരിക്കുന്നത്. അപ്പം നല്ല പാടായിരുന്നു അതിൻ്റെ പുറകിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം 5 പേരാണ് തെള്ളിയിരിക്കുന്നത്. അപ്പം നെവിൻ ഒരുപാട് ചീഞ്ഞ ഗെയിം അതിനകത്തിരുന്ന് കളിച്ചു. എല്ലാവരും പുറത്തിറക്കാൻ വേണ്ടി പുറത്ത് ഫുഡ് കഴിക്കുന്നതിന് പകരം സവോള കഴിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ സ്മെല്ല് എല്ലാവരുടെയും ദേഹത്തോട്ട് ആക്കുക. അങ്ങനത്തെ വൃത്തികെട്ട കുറേ ഒരുമാതിരി ചീഞ്ഞ ഗെയിം അതിനകത്തിരുന്ന് കളിച്ചിട്ടുണ്ട്. ഈ അനുമോളൊക്കെ നെവിൻ്റെ വൃത്തികേടിനെ പറ്റി പറയുന്നതിൽ ഒരു സംശയമില്ല. അത്രയും വൃത്തികെട്ട രീതിയിലാണ് നെവിൻ അവിടെ നടക്കുന്നതെന്ന് നെവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലും ആ നടപ്പിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിലിരുന്ന് വെറുതെ ഷോ കാണിച്ച് കിടന്ന് കരയുമായിരുന്നു. എനിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഒബ്വിയസ്ലി നെവിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ലായിരിക്കും, ഇറങ്ങണമായിരിക്കും എന്ന് ഓർത്തിട്ട് അവർ തുറന്നു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അവർ നമ്മുടെ ഡോറ് തുറന്ന സമയത്ത് നെവിൻ നൈസായിട്ട് സൈഡിലിരുന്ന് അക്ബറിനെ നടുക്കോട്ടിരുത്തിട്ട് നെവിന് സൈഡിലിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ അക്ബർ വിട്ടുകൊടുത്തില്ല. അക്ബർ നെവിനെ തള്ളി പുറത്തിട്ടിട്ട് കഥ അടച്ചു. എന്തായാലും നെവിൻ പുറത്തിറങ്ങി. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചതിയ ദുഷ്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തായാലും നെവിൻ ചതിക്കാൻ ശ്രമിച്ചിട്ട് നെവിൻ തന്നെ ആദ്യം തന്നെ ഔട്ടായി പുറത്തിപ്പോയി നടപ്പുണ്ട്. എന്തായാലും നെവിൻ പുറത്തിറങ്ങിയിട്ട് ചുമ്മാ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട. ഇപ്പം തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനുമോളെ അവിടെ ഇരുന്ന് പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് വരും, അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അവിടെ കിടന്ന് കാറുന്നുണ്ട്. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സാധനം ആടാ, നീ എടുക്കരുത് അതാ ഇതാന്നൊക്കെ. നെവിൻ അവരെ വെല്ലുവിളിച്ചിട്ട് ഞാൻ പോയി എടുക്കും, ഫുഡ് എടുത്ത് കഴിക്കും, ബട്ടർ എടുക്കും, അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നൂറ് അവിടെ നിന്ന് പറയുന്നത് എന്ത് വേണമെങ്കിൽ എൻ്റെ പോയി എടുത്തോ, കബോർഡ് തുറന്നിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന്. ശരിക്കും അനുമോൾ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അനുമോൾ ചുമ്മാ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവനൊരിതൊരു ഹരം കയറിയിട്ട് അവൻ കിടന്ന് ഓവറാക്കും. ഈ മൈൻഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നെവിൻ്റെ ഒരു സ്വഭാവത്തിൽ. എന്തായാലും നെവിൻ അനുമോളെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. കറൻ്റ്ലി ഇപ്പം നെവിൻ മാത്രമാണ് ഔട്ടായിരിക്കുന്നത്. ബാക്കി എല്ലാവരും കാറിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ നൂറയും അനീഷേട്ടനും തമ്മിൽ ചെറിയൊരു കശപിശ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയാണ് ആദ്യം കംഫർട്ടബിളായിട്ട് വന്നിരുന്നത്. അനീഷേട്ടൻ പുറത്തുനിന്ന് കയറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അനീഷേട്ടൻ നല്ല കംഫർട്ടബിളായിട്ട് ഇരിപ്പുണ്ട്. നൂറ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഭയങ്കര ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അവർ തമ്മിൽ ചെറിയൊരു കുഞ്ഞി വഴക്ക് പോലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടപ്പുണ്ട്. ആരാണ് ഇനി അടുത്ത് ഇറങ്ങാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതേപോലെ നെവിൻ ഇനി എന്താണ് അവിടെ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ